നമസ്കാരം. എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. വിവാഹം കഴിയുന്നതിന് മുന്നേ ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വിവാഹത്തിന് ശേഷം ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക ബന്ധത്തിനെ കുറിച്ചുള്ള സംശയങ്ങളും സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് നല്ല രീതിയിൽ ഒരു ദാമ്പത്യം മുന്നോട്ട് പോകണമെങ്കിൽ ദമ്പതികൾ പാലിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ദമ്പതികൾ പരസ്പരം രണ്ടുപേരും തുല്യരാണ് എന്ന് മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. ലൈംഗികപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് രണ്ടുപേരുടെയും പരസ്പര സമ്മതം പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഇത്തരത്തിലുള്ള ഒരു സമ്മതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ടോ അല്ലാതെയോ യാതൊരു രീതിയിലും ഒരു സമ്മർദ്ദം നൽകാൻ പാടുള്ളതല്ല. ഇനി നിങ്ങളുടെ ലൈംഗിക പ്രവർത്തനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തേണ്ടതാണ്. അത് പരസ്പരം പങ്കാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും വേണം. ചെയ്യുന്ന കാര്യങ്ങളിൽ ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ജാഗ്രതയും ശ്രദ്ധയും കൂടി സന്തോഷം അനുഭവിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യരുത്. അതായത് സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുകയും വേണം. ലൈംഗിക ആവേശം ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ശാരീരികമായോ മാനസികമായോ പങ്കാളിയെ ഉപദ്രവിക്കാൻ ഇടയാവരുത്. മാനസികമോ ശാരീരികവുമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നും സ്വയം തടയുകയും നമ്മുടെ പങ്കാളിയെ സംരക്ഷിക്കുകയും ചെയ്യണം. ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത ഗർഭധാരണം, ലൈംഗികപരമായിട്ടുള്ള പകരുന്ന അണുബാധകൾ അല്ലെങ്കിൽ രോഗങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇവയിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. പരസ്പരം ദമ്പതികൾക്കിടയിലുള്ള പരിധികൾ മനസ്സിലാക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുക. ദമ്പതികൾക്കിടയിലെ പരസ്പര സ്നേഹവും അതോടൊപ്പം തന്നെ ഒരു സത്യസന്ധതയും വിശ്വാസവും എല്ലാം തന്നെ പുലർത്തേണ്ടതാണ്. എല്ലായ്പ്പോഴും ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെയും ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തന്നെയാണ്. അത് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.